സമയം താമസിച്ച് നമ്മളങ്ങ് ഉറങ്ങിപ്പോയോ. ഇനി ഇച്ചിരി നേരത്തെ എണീക്കേണ്ട ദിവസമായിരുന്നു, പക്ഷെ ഉറങ്ങിപ്പോയി. ഇന്നാണ് വേദുവിന് അംഗനവാടിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇപ്പം എനിക്ക് ഈ വർഷം തൊട്ടാണോ അംഗനവാടിയിൽ പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയത്. അതുകൂടാതെ അവർക്കെന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതും കൂടാതെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേന്ന് ഞാൻ പരിപ്പൊക്കെ കറക്റ്റായിട്ട് വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ പണികൾ കുറച്ച് എളുപ്പമായിരുന്നു. മുരിങ്ങയായിരുന്നു ഞാൻ തിരഞ്ഞെടുത്തത്, മുരിങ്ങയിലയും പയറും കൂടിയൊക്കെ ഇട്ടിട്ട് ഒരു തോരൻ ഉണ്ടാക്കി കൊണ്ടുകൊടുത്തു. അതിനിടയ്ക്ക് വേദിക്കുട്ട പറയുന്ന കേൾക്കാം. എന്താ ഇത് കൊടുത്താലോ? ഇത് കൊടുത്താൽ നിനക്ക് എന്തോ കിട്ടും? സർട്ടിഫിക്കറ്റ്. ഓക്കേ. അപ്പോൾ കൊച്ചിൻ്റെ ഭാഷ മനസ്സിലായല്ലോ. ഞാൻ ഇത് കൊടുക്കുകയാണെങ്കിൽ അവന് തിരിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. തിന്നുന്ന സാധനം കിട്ടുമെന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ കൊച്ചിനാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുന്നത് ഭയങ്കര അലർജിയാണ്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി അവന് കൊടുക്കുകയാണെങ്കിൽ തന്നെ അല്ല, അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനതൊക്കെ തിന്ന കാലങ്ങൾ മറന്നു. ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ എൻ്റെ ഉള്ളിലോട്ടും പോകാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ സാധനം പാത്രത്തിലാക്കി അവൻ്റെ കൊടുത്തപ്പോഴത്തേക്കും ഒരു തരത്തിലും പിടിക്കത്തില്ല. എങ്ങനെ അവനത് കഴിക്കേണ്ടി വന്നാലും എന്നാണ് പുള്ളിക്കാരൻ്റെ വിചാരം. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് വേദിക്കൂട്ടിന് അവർ ബുക്കും സ്കെച്ചും പെൻസിലും പൗച്ചും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതോ താലപ്പൊലി എടുക്കുന്ന കണക്ക് അത് പിടിച്ചുകൊണ്ട് ആശാൻ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നു.